നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചൈനീസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മോമോസ് ആണ്. മോമോസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മോമോസ് ആണ്. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ചൈനീസ് വിഭവങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഹോട്ടൽസിലൊക്കെ ഒരുപാട് കിട്ടുന്നതാണ്. എല്ലാവരും വീട്ടിലും ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ചിക്കൻ മോമോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് നോക്കി വരാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റഫിങ് നമ്മൾ ചിക്കനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടി 250 ഗ്രാം ചിക്കനാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഡോ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, ചൂടുവെള്ളമാണോ അല്ലെങ്കിൽ സാധാരണ വെള്ളമാണോ ചേർക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ സാധാരണ വെള്ളമാണ് ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ച് ഇനി ഇത് ഇവിടെ നിൽക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടൊക്കെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് തൊടാനുള്ള പാകത്തിലാകുമ്പോൾ ഇതൊന്ന് ഇല്ലെന്ന് ഇങ്ങനെ വിടർത്തി ഇടാം. ഇനി നമ്മളിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇതാ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 1 സവാളയാണ് എടുക്കുന്നത്. സവാള നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫില്ലിങ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ തന്നെ സൺഫ്ലവറാണ് ഞാൻ ഒഴിക്കുന്നത്. കോക്കനട്ട് ഓയിലിനെക്കാട്ടും നല്ലത് സൺഫ്ലവർ തന്നെയാണ് കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ ആ ഒരു ടേസ്റ്റിനെക്കാട്ടും ഇതുണ്ടാക്കാൻ സൺഫ്ലവർ ഓയിലാണ് നല്ലത്. അപ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് കണ്ടില്ല, ഇതിപ്പോൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല, കാരണം ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ സോയാ സോസ് ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിൽ ഉപ്പുണ്ട്, അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത്. ഇനി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കാം കേട്ടോ. അപ്പോൾ സോയാ സോസ് നിർബന്ധമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർക്കുക. കാരണം അത് ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർക്കുക. പിന്നെ അതുപോലെ തന്നെ സോയാ സോസിന് പകരം ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അപ്പോൾ അതും കൂടി പറയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് സംഭവം റെഡി ആയിട്ട് ഫില്ലിങ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡോ ഒക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചതായിരുന്നു. ഇനി ഒന്നുകൂടെ കൈവച്ച് നന്നായിട്ട് അമർത്തി ഒന്ന് കുഴച്ച് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഏതാണ്ട് ഈക്വലായിട്ട് കട്ട് ചെയ്യാണ്. നമുക്ക് ഉരുളകളാക്കി ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതിപ്പം ഇതാ ഇങ്ങനെ നൈസാക്കിയിട്ട് ഇത് ഇങ്ങനെ കുറച്ച് നൈസായിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് ഇത് കണ്ടോ, ഈ അറ്റത്ത് നിന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുത്ത് ഇതുപോലെ ആക്കിയെടുക്കണം. മടക്കി എടുത്ത് ഇതുപോലെ ഒരു കിഴി പോലെ ആയി വരും. ഇതുപോലെയാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ ഫില്ലിങ് വെച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മൊത്തത്തിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് സ്റ്റീം ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി സ്റ്റീമറിൽ വെള്ളമൊക്കെ വെച്ചു. ഇനി ഈ മേലെ സ്റ്റീം ചെയ്യേണ്ട ആ തട്ടിൽ നമ്മൾ കുറച്ച് ഓയിലാക്കി വെക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആവി ഇങ്ങനെ കയറുമ്പോൾ മൈദയും കൂടി ആയിട്ട് പറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ഓയിൽ തടവുന്നത്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത്
സെർവ് ചെയ്യാം. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റിൽ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആവി കയറ്റിയിട്ട് എടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് മോമോസ് ഉണ്ടാക്കാം, ഒന്നുമില്ല, ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിന് വേറൊരു ടേസ്റ്റാണ്. ഫ്രൈഡ് മോമോസ് എന്ന് പറയും, അത് വേറൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ കുറച്ച് അല്ലറ ചില്ലറ മാറ്റങ്ങളൊക്കെ വരുത്തി ആ ഫില്ലിങ്സിലൊക്കെ കുറച്ച് നമ്മുടേതായ മസാലകളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്, ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും സംഭവം സൂപ്പറാണ്. പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഫുഡ് നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അത് നല്ലൊരു കാര്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.